ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശന് വല്ലാതെ എരിപിരി കയറ്റിപ്പോവാണ്. സരയു ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ രണ്ടുപേരുടെ ശത്രു എന്ന് പറയുന്നത് കല്യാണിയാണ്. അവൾ ഇല്ലാതായാൽ മാത്രമേ ഞങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങൾക്കും സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കൂ എന്നൊക്കെ പറഞ്ഞു പോകുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി പറയണ്ടേ, എടാ പ്രകാശ, അവൾ അങ്ങനെ പലതും പറയും. നോക്ക്, നീ വെറുതെ കല്യാണിയായിട്ട് വെറുതെ പ്രശ്നത്തിലൊന്നും പോകണ്ട, അവസാനം നിനക്ക് തന്നെയായിരിക്കും ദോഷം എന്നൊക്കെ പറയുമ്പോൾ പ്രകാശൻ അതൊന്നും സമ്മതിക്കണില്ല. പ്രകാശൻ പറയണ്ട്, ഇല്ലമ്മേ, സരയു പറഞ്ഞാലും കാര്യമുണ്ട്. എൻ്റെ ജീവിതം തകർത്ത തന്നെ ശരിക്കും പറഞ്ഞാൽ കല്യാണം എന്ന് പറഞ്ഞാൽ അവൾ വലുതായ പിന്നെയാണ് എൻ്റെ ജീവിതവും എൻ്റെ കണക്ക് കൂട്ടലൊക്കെ തെറ്റിപ്പോയത്. അപ്പൊ അവള് തന്നെയാണ് എൻ്റെയും അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിന് അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിന്റെ പ്രധാന ശത്രു എന്ന് പറയുന്നത്. ആ ശത്രു ഇല്ലാതായാൽ മാത്രമേ നമുക്ക് രണ്ട് കുടുംബങ്ങൾക്കും സമാധാനം കിട്ടൂ. ആ ശത്രുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോണതെന്നൊക്കെ പറയാണ്. അങ്ങനെ പ്രകാശിനൊക്കെ കല്യാണിനുള്ള ദേഷ്യവും വൈരാഗ്യം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ. എങ്ങനെയെങ്കിലും കല്യാണിനെ ഇല്ലാതാക്കുക, കല്യാണി എന്ന് പറഞ്ഞ ഒരാള് ഇനി ഈ ഭൂമിയിൽ വേണ്ടെന്ന് പ്രകാശൻ തന്നെ അങ്ങോട്ട് തീരുമാനിക്കുകയാണ്. അതേ സമയത്ത് മനോഹറാണെന്നുണ്ടെങ്കിലോ, സരു ഇങ്ങനെ വിളിക്കുമ്പോഴൊന്നും ഫോൺ എടുക്കുന്നില്ല, വരുന്നതൊക്കെ പാതിരാത്രിയാണ്. അപ്പൊ ഇതെല്ലാം തന്നെ സരുവിന് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നുണ്ട്. സരു പറയുന്നുണ്ട്, എന്താ മനുവേട്ട, പഴയ പോലെ അല്ല, മനുവേട്ടൻ എൻ്റെ കൂടെ ഇപ്പൊ ഇരിക്കാറേ ഇല്ല, ഏത് നേരം ബിസിനസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് രാവിലെ പോയിട്ട് രാത്രി ആകുമ്പോഴാണ് വരുന്നത്. മാത്രമല്ല പഴയ പോലത്തെ സ്നേഹവും കാര്യങ്ങളൊന്നും എന്നോട് കാണിക്കുന്നേ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ മനോഹർ രക്ഷപ്പെടാൻ വേണ്ടി പല കാര്യങ്ങളും പറയും. മോളു, ഞാൻ പറഞ്ഞില്ലേ, അമേരിക്കയിലെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആകെ ഡള്ളായിരിക്കുവാണ്, അതുകൊണ്ട് അവിടുത്തെ സ്റ്റാഫൊക്കെ ഇവിടെ വന്നത്. ബിസിനസ്സും കാര്യങ്ങളും ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമുള്ളൂ, നമ്മൾ പോകുന്നവരെ എന്തായാലും ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കിയല്ലേ പറ്റൂ. അതിനെ വേണ്ടിയിട്ടാണ് പറയുമ്പോൾ സരു പറയണ്ട്, ഇനി ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞതാണല്ലോ മനുവേട്ടൻ, പിന്നെന്താ ഇപ്പൊ എന്നെ കൊണ്ടുപോകാത്തെന്നൊക്കെ പറയുമ്പോൾ മോളു, അതങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യം അല്ലായിരുന്നു, നോക്കട്ടെ അടുത്ത മീറ്റിങ്ങിന് മോനെ എന്തായാലും ഞാൻ കൊണ്ടുപോകാം എന്നൊക്കെ പറയാണ്. പക്ഷെ മനോഹർ വീണ്ടും 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 പല ദിവസങ്ങൾ വീട്ടിൽ വരാതെ ആവാട്ടോ. ഇപ്പൊ രാത്രിയെങ്കിലും വരുന്നുണ്ട്, പാതിരാത്രിയെങ്കിലും വരുന്നുണ്ട്, പിന്നീട് പാതിരാത്രിയും വരാത്തൊരവസ്ഥയാണ്. അങ്ങനെ മനോഹർ എന്തായാലും നിഷേനെ കല്യാണം കഴിക്കുന്ന ഉറപ്പാണ്. കാരണം നിഷയുടെ അമ്മയുടെ അഹങ്കാരം ഒന്ന് മാറണമല്ലോ, അവരത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടല്ലോ മേഘ്നേനെ. അതുകൊണ്ട് തന്നെ നിഷയുടെ അമ്മയുടെ അഹങ്കാരം മാറ്റാൻ വേണ്ടി മനോഹർ എന്തായാലും നിഷേനെ കല്യാണം കഴിക്കും. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ മനോഹർ ഒട്ടും തന്നെ സരയുവിൻ്റെ അടുത്ത് വരെയില്ല കേട്ടോ. അങ്ങനെ സരയു തന്നെ അതാണ് മനോഹറിന്റെ ചുറ്റിക്കളി. മനോഹറിന് എന്തൊരു കള്ളത്തരം ഉണ്ടല്ലോ, തന്നോട് പറയാൻ പറ്റാത്ത എന്തൊരു കാര്യമുണ്ടെന്ന് സരയു തന്നെ കണ്ടുപിടിക്കുകയും ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണിക്കാൻ പോണത്. പിന്നെ അടുത്ത ആഴ്ച പ്രൊമോയിൽ കാണിച്ചത് വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ്. ഒരു പുതിയൊരു അതിഥി വരുന്നുണ്ടെന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ കല്യാണിയും കിരണക്ക വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ ഒരു അതിഥി വരുന്നത്. ആ കാറ് വരുമ്പോൾ തന്നെ കിരണും കല്യാണിയും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇത് ആരായിട്ട് കിരണേട്ടാ വരുന്നത്, ഇതുവരെ കാണാത്തൊരു കാറാണല്ലോ എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, അതെ, ആരാടാവോ, എനിക്കും പരിചയമൊന്നുമില്ല, ചിലപ്പോൾ വല്ല നമ്മുടെ വല്ല പ്രൊജക്റ്റ് തരാൻ വേണ്ടിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വല്ല വർക്ക് തരാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വന്നതായിരിക്കും കല്യാണി എന്ന് പറയുവാണ്. അങ്ങനെ അവനെ ചാൻസ് ഉള്ളൂ, പക്ഷെ ആരും വീട്ടിലേക്ക് അങ്ങനെ വരാറില്ലല്ലോ, ഫോൺ വിളിച്ചിട്ടല്ല അപ്പോയിൻമെൻറ്റ് ചോദിക്കാറ്, ഇതെന്താ ഇങ്ങനെ അന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിന് ശേഷമാണ് ആ ഒരു പുതിയ അതിഥി കല്യാണിനെയും കിരണിനെ കാണാൻ വേണ്ടി വീടിൻ്റെ അകത്തേക്കൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് കിരണിനും കല്യാണിക്ക് മനസ്സിലാവുന്നേയില്ല ഇതാരാണെന്ന്. പക്ഷെ വളരെ കല്യാണി അടുത്ത് വളരെ സ്നേഹത്തോടെ ആയിട്ട് പെരുമാറുന്നത്. ആ സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, വർക്ക് തരാൻ വേണ്ടി തന്നെയാണ് വന്നത് എന്നൊക്കെ പറയാണ്. കല്യാണിനെ കുറിച്ച് കുറേ കേട്ടിട്ടുണ്ട്, കിരണിനെ കുറിച്ചും അതേട്ടെ, നിങ്ങളുടെ കമ്പനിയെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാൻ ഞാൻ പുറം രാജ്യത്തായിരുന്നു, അപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള ഇവിടെ വന്നിട്ട്, അപ്പോൾ വീടും കാര്യങ്ങളൊക്കെ കുറച്ച് മോടി പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കാണ് ഇവിടുത്തെ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് അറിയാം, അതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നതാണെന്നൊക്കെ പറയുവാണ്. അങ്ങനെ വളരെ സ്നേഹത്തോടു കൂടി അവർ പോവാണ്. പക്ഷെ അവരുടെ സ്നേഹമൊക്കെ കാണുമ്പോൾ കല്യാണിക്കൊക്കെ വല്ലാതെ ഡൗട്ട് തോന്നുകയാണ്, ഇവരെന്താണ് വർക്ക് തരാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് വല്ലാതെ സ്നേഹിച്ചിട്ടൊക്കെയാണല്ലോ പോകുന്നത്, ഇതെന്ത് സംഭവിച്ചു, ഇങ്ങനെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം ഇവരെന്ത് ബന്ധമാണ് ഉള്ളത് എന്നൊക്കെ കല്യാണിയും കിരണും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കല്യാണിനെ എങ്ങനെയെങ്കിലൊക്കെ തകർക്കാൻ വേണ്ടി പ്രകാശൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രകാശിന്റെ വയ്യായികയും കാര്യങ്ങളൊക്കെ മാറി പ്രകാശിന്റെ ഹോസ്പിറ്റലിൽ ലക്ഷക്കണക്കിന് രൂപ കെട്ടിവെച്ചത് പോലും കല്യാണിയാണെന്ന് പോലും ആലോചിക്കാതെ പ്രകാശിനെ എങ്ങനെയെങ്കിലും കല്യാണം തീർക്കാൻ വേണ്ടി നടക്കുവാണ്. പക്ഷെ കല്യാണിനെ സ്കെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന ആ അതിഥി കേട്ടോ. അവരുടെ ഫോണിൽ പ്രകാശിന്റെ കുറേ നാൾ മുമ്പുള്ള ഫോട്ടോസും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്, പണ്ടത്തെ ഫോട്ടോസും എല്ലാം തന്നെയുണ്ട്. അങ്ങനെ അവർ ആ ഫോട്ടോ സൂം ചെയ്ത് നോക്കുന്നുണ്ട്, സൂം ഔട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രകാശം പോകുന്ന വഴിയിലെല്ലാം തന്നെ അവനും കൂടെ പോകുന്നുണ്ട്. അങ്ങനെ പ്രകാശിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സ്ത്രീ കേട്ടോ.
അങ്ങനെ പ്രകാശിനെ കല്യാണിനെയും ഒന്നാക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്ത്രീ വന്നിരിക്കണമെന്നും പ്രൊമോയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, പ്രകാശിനിട്ടുള്ള ഒരു പണി തന്നെയാണ് ആ സ്ത്രീ. പ്രകാശിനുള്ള പണിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രകാശിന് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും പ്രകാശ് നമ്മുടെ കല്യാണമായിട്ട് ഒന്നാവേണ്ട ഒരു ചാൻസും ഇല്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ സീരിയൽ തുടങ്ങിയ സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കാം, പ്രകാശൻ ജസ്റ്റ് രൂപേനെ കണ്ടാൽ പോലും രൂപേനെ പോലും ഒരു പ്രത്യേക രീതിയിലാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഈ സീരിയൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, പ്രകാശനും രൂപയും ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് രൂപയുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയ സമയത്താണ്. ആ സമയത്ത് നമ്മുടെ പ്രകാശൻ വണ്ടി ശരിയാക്കാൻ വേണ്ടി വരുമ്പോൾ രൂപ പറയുന്നുണ്ട് തന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴേക്കും പ്രകാശൻ പറയുന്നുണ്ട് നിങ്ങളുടെ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ രൂപ എന്ന് പറയുമ്പോൾ പ്രകാശൻ പറഞ്ഞത് ആഹാ, നിങ്ങൾക്ക് പറ്റിയ പേര് തന്നെയാണ്, നിങ്ങളെ കാണാനും സ്വഭാവത്തിലും പറ്റിയ പേര് തന്നെയാണ് നിങ്ങൾക്ക് ഇട്ടിരിക്കുന്നത് പറഞ്ഞിട്ട് രൂപയുടെ അടിമുടി നോക്കിയിട്ടാണ് പ്രകാശൻ അവിടെ നിന്ന് പോകുന്നത്. ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു, പ്രകാശനാൾ കൊള്ളാലോ, അങ്ങനെയൊക്കെ രീതിയിലാണല്ലോ ഒരാളെ നോക്കണത് എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. എല്ലാവരും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവായിരിക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ പ്രകാശിൻ്റെ ഒരു രണ്ടാമത്തെ ഭാര്യ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കഥ തന്നെ വഴിത്തിരിയിലേക്ക് മാറാൻ പോകുന്ന ഒരു കഥാപാത്രമാണ് ആ വരുന്നത്. കല്യാണിനെ ഒരുപാട് സ്നേഹിക്കുന്നതും അതുപോലെ തന്നെ പ്രകാശിനോട് ഒരു തട്ട് കൊടുക്കാൻ പ്രകാശനായിട്ട് പകരം വീട്ടാൻ വന്നതും ആയിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയാണ്. അങ്ങനെ നമ്മുടെ പ്രകാശിൻ്റെ ആ ഒരു ബന്ധവും പ്രകാശനോട്ടുള്ള ആ ഒരു അടിയും കിട്ടാൻ പോകുന്നത് ഈ ഒരു സ്ത്രീയും തന്നെ ആയിരിക്കാം. അത് വേറെ ആരുമല്ല, ഈ സ്ത്രീ തന്നെയായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. കല്യാണിക്ക് എങ്ങനെയെങ്കിലും പണി കൊടുക്കണമെന്ന് വിചാരിക്കുന്ന പ്രകാശന് തിരിച്ചൊരു പണി തരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്ത്രീ വരുന്നത് കേട്ടോ. അത് വേറെ ആരാവാൻ ചാൻസ് ഒന്നുമില്ല, നമ്മുടെ സീരിയലുകളിലൊക്കെ സജീവമായിട്ടുള്ള ഏതൊരു കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിനെ കണ്ടാൽ അറിയാം, ഒരു 50-55 വയസ്സുള്ള ഒരു സ്ത്രീയാണത്. വലിയ നിലയിലുള്ള ഒരു സ്ത്രീ, അതായത് ഭയങ്കര കാശും പണവും അതുപോലെ തന്നെ വലിയ സാമ്പത്തിക ചുറ്റുപാടുള്ളൊരു സ്ത്രീയാണ്. അവരുടെ കാറും അവരുടെ കയ്യിലെ വളയും മാലയൊക്കെ കാണുമ്പോൾ അറിയാം സ്വർണം കൊണ്ട് മൂടിയിരിക്കുന്ന ഒരു പുതിയൊരു കഥാപാത്രം. എന്തായാലും പ്രകാശന്റെ ഒരു അവിഹിത ബന്ധം ആവാൻ തന്നെയാണ് ചാൻസ്. അതല്ലെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ, കാരണം പ്രകാശനിട്ടും ഒരു അടി കിട്ടണമല്ലോ. കല്യാണിന്റെ പുറകിൽ ഇങ്ങനെ നടക്കുമ്പോൾ പ്രകാശിന്റെ പുറകെ നടക്കാനും ഒരാൾ വേണം. അതുകൊണ്ട് തന്നെ പ്രകാശിന്റെ ഒരു അവിഹിത ബന്ധത്തിലുള്ള സ്ത്രീയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ദീപ ഉപേക്ഷിച്ചിരിക്കുകയാണ്. എന്തായാലും പ്രകാശിന്റെ പൂർണ്ണമായിട്ട് ഡൈവേഴ്സ് ദീപ ചെയ്യും. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ് ഇനി വരാൻ പോണത്. പിന്നെ അടുത്ത ആഴ്ച ലാസ്റ്റോട് കൂടി വിക്രമും കൂടി വരാനുള്ള ചാൻസ് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും ഇനിയുള്ള ഭാഗങ്ങൾ. വിക്രം വരികയാണെങ്കിൽ കുറച്ചുകൂടി കോമഡിയും അതുപോലെ തന്നെ കുറച്ചുകൂടി വിക്രം കല്യാണിനെ പകരം വീട്ടാണ് വരുന്നതെങ്കിലും കല്യാണിട്ട് വെക്കുന്ന ഓരോരോ അടികളും വിക്രത്തിന് തന്നെ തിരിച്ചു കിട്ടാൻ പോകുന്ന ഭാഗങ്ങളും കൂടിയിട്ടാണ് കേട്ടോ കാണാൻ പോകുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാൻ. കഴിഞ്ഞ ആഴ്ചത്തെ പ്രൊമോ വളരെ കുഞ്ഞിതായതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും തന്നെ പറയാനും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും ആദ്യത്തെ ആരാൻ തന്നെയാണ് ഇനി അറിയാൻ പോകുന്നത്. നെക്സ്റ്റ് വീഡിയോ വരുമ്പോഴേക്കും അത് 100% ഉറപ്പിച്ചിട്ട് പറയാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.